അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തൻ്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചുര പറിച്ചു കൊണ്ടുവന്നു. അവർ അറിയാകയാൽ അരിഞ്ഞ് പായസക്കലത്തിൽ ഇട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. അത് കലത്തിലിട്ട് ആളുകൾക്ക് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായതുള്ളതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. മരണകരമായ ആ അവസ്ഥയിൽ നിന്നും ഈ ശിഷ്യന്മാർക്ക് മോചനം ലഭിച്ചത് ദൈവപുരുഷനായ എലീശയുടെ പ്രവൃത്തി മുഖാന്തരമാണ്. ദൈവത്തിൻ്റെ ദാസനായ എലീശയുടെ പ്രാർത്ഥനയും പ്രവർത്തനവും മരണത്തിൽ നിന്നും ശിഷ്യന്മാർക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞു. ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അതിന് യഥാർത്ഥമായ പ്രതിവിധി ദൈവഭക്തന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ പ്രതിവിധിക്കായി കാത്തിരിക്കുകയും ചെയ്യുമ്പോഴാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.